ഇപ്പോൾ ഇന്ന് വന്ന ഒരു രസകരമായ വാർത്ത, നമുക്കത് രസകരമായിട്ട് തോന്നും, പക്ഷെ കുറേ മനുഷ്യരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കോഴിക്കോട് അല്ലേ? കോഴിക്കോട് വിലങ്ങാട് എന്ന് പറയുന്ന ബീച്ചാണ് ആണോ? വിലങ്ങാട് ഒരു ഷൂട്ടിംഗ് സംഘം, അതായത് നമ്മുടെ ഇവിടെ വലിയ ആദർശമൊക്കെ പ്രസംഗിക്കുന്ന ആഷിഖ് അബുവിൻ്റെ നിർമ്മിക്കുന്ന ഒരു സിനിമയിലെ ഷൂട്ടിംഗ് സംഘം ഒരു ഗ്രാമവാസികളെ ഒന്നടങ്കം പറ്റിച്ചതിന് ശേഷം മുങ്ങി എന്നൊരു പരാതി ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ ദയനീയമാണ് നമ്മളത് ആ വാർത്ത പുറത്തു വരുമ്പോഴേ. നമ്മൾ രാവിലെ സത്യം പറഞ്ഞാൽ അതിരാവിലെ തന്നെ ചാനൽ വാർത്ത കൊടുത്തു തുടങ്ങി. അപ്പോഴും ഇത് ഇത്രയും കടുപ്പമുള്ളതാണ് നമ്മൾ അറിഞ്ഞില്ല. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഇരയാക്കപ്പെട്ടവരുടെ പാവപ്പെട്ട സാധാരണ കടക്കാരാണ്, അല്ലാതെ അവിടുത്തെ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളൊന്നും ഇല്ല. അവരെന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ പൈസ കാതവളി ഇറങ്ങാൻ പറ്റില്ല അവർക്ക്. ഇല്ല. എങ്കിലും അവിടുത്തെ സാധാരണ നാട്ടുമ്പുറത്തുകാർ ആണ് ഇതിൻ്റെ ഇരയായതും. കൂടാതെ ആ ഏരിയയിൽ ആദ്യമായിട്ടാണ് പോലെ ഇങ്ങനെ സിനിമ ഷൂട്ടിങ് എത്തുന്നത്. അതുകൊണ്ട് നാട്ടുകാരെല്ലാം ആകെ സന്തോഷമായി. ഞങ്ങളെ നാട് സിനിമയിൽ വരാൻ പോവുകയാണല്ലോ, അയാളാ മറ്റേ ഏതോ തന്നെ സിനിമയിലേക്ക് എടുത്തെന്ന് പറഞ്ഞിടത്ത അവസ്ഥയാണ്. എല്ലാവരും കൂടെ ചെന്ന് അങ്ങ് കൈ അയച്ചങ്ങ് സഹായിച്ചു. എന്തായാലും ഇത് മൊത്തം അവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഈ ചെറുകിട കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ഈ ഷൂട്ടിംഗ് സംഘത്തിൻ്റെ മെസ് ടീം സാധനങ്ങൾ വാങ്ങിച്ചു. മീന്, മുട്ട, ഇറച്ചി, പച്ചക്കറി എന്ന് വേണ്ട, അവർക്ക് വേണ്ട A-Z മുഴുവൻ സാധനങ്ങൾ അതിനുശേഷം പണം കൊടുക്കാതെ മുങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സംവിധായകൻ ആഷിഖ് അബുവിന്റെ പ്രൊഡക്ഷൻ ടീമാണ്. അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ്. മനു ആന്റണിയാണ് സംവിധാനം ചെയ്യുന്നത്. അതിനകത്ത് ജോജുവും ലിജോ മോളും വലിയ വമ്പൻ താരനിര തന്നെ അഭിനയിക്കുന്ന സിനിമയാണ്. നല്ല ബജറ്റുള്ള സിനിമയാണ്. എന്താണെങ്കിലും പൈസ കൊടുക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിന്റെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓരോ കണക്കുകൾ നമ്മൾ നോക്കാം. ഓരോ കടക്കാർക്ക്, സാധാരണക്കാരായ കടകളുള്ളവർ, ഇവർ പല രോഗബാധിതർ കൂടിയാണെന്നുള്ളത്. അതെ, വൃക്കരോഗബാധിതരുണ്ട്, ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. അവര് ചികിത്സയ്ക്ക് വെച്ചിരിക്കും. ഈ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടവരിൽ ഒരാൾ പച്ചക്കറി വ്യാപാരി PS മനോജിന് മാത്രം 54,000 രൂപ ഇതിന് കിട്ടാനുണ്ട്. 54,000 രൂപ പച്ചക്കറിയുടെ മാത്രം. അദ്ദേഹം മലബാർ ക്യാൻസർ സെന്ററിൽ ഇപ്പോൾ ക്യാൻസർ ചികിത്സ കഴിയുന്ന വ്യക്തിയാണ്. ജീവിതമാർഗ്ഗമാണ് അദ്ദേഹത്തിന് ഇത്. ഏതായാലും കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്നു പോയതാണ് ഈ മനോജിന്റെ കടയൊക്കെ തന്നെ. അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സഹായത്തോടു കൂടി അദ്ദേഹം കുടുംബശ്രീ ലോൺ എടുത്താണ് വീണ്ടും തുറന്നത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വീട്ടിലായി. അത് ഈ 54,000 രൂപ എന്ന് പറയുമ്പോഴേ ഇദ്ദേഹം വേറെ ഇടത്തു നിന്നാണല്ലോ ഈ സാധനം എടുത്ത് കൊടുക്കുന്നത്. അതെ. ഇയാൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ചൊന്നും കൊടുക്കുന്നില്ല, വേറെ. അപ്പോൾ ആ കടകളിൽ കൊടുക്കാനുള്ള പണമായിരിക്കും ഇത്. ഇനി അടുത്തത് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബന്ധുക്കളുടെ സഹായത്തോടെ വിലങ്ങാടങ്ങളിൽ ഇറച്ചിക്കട നടത്തുന്ന ബെന്നി ജോസഫ് 1 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. നാടൻ കോഴി, ബീഫ്, പന്നി ഇറച്ചി, മുട്ട എന്നിവ ഇദ്ദേഹം സെറ്റിലേക്ക് നൽകിയിരുന്നു. ഷൂട്ടിംഗ് തീരുന്ന ദിവസം 1,30,000 രൂപയാണ് കുടിശ്ശികൊണ്ടായിരുന്നത്. 30,000 രൂപ ഗൂഗിൾ പേ വഴി കൊടുത്തു. ബാക്കി തുക 2 ദിവസം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സിന്റെ ആളങ്ങ് പോയത്. ആ മെസ്സിന്റെ ആള് പോയവനെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം പുള്ളി റൗണ്ട് ചെയ്തല്ലോ. അതെ. 1.30 കൊടുക്കാനുള്ള ആൾക്ക് 30,000 രൂപ കൊടുത്തിട്ട് ബാക്കി 1 ലക്ഷത്തെ റൗണ്ട് ചെയ്തേച്ചാണ് പുള്ളി പോയി. സെറ്റിൽമെന്റ് 30,000 തരാം. അയാളും പോയി. പിന്നെ വിലങ്ങാട് മിൽമ ബൂത്ത് നടത്തുന്ന അപ്പച്ചന് പാലും 4 കൊമേഴ്സ്യൽ ഗ്യാസ് സിലിണ്ടർ നൽകിയ വകയിൽ 46,000 രൂപ. മലഞ്ചരക്ക് വ്യാപാരി തോമസിന് തേങ്ങ നൽകിയതിനകത്തിൽ 18,000 രൂപ. ഇതൊക്കെ ഒന്ന് ആലോചിച്ചോണം. 4 വാണിജ്യ ഗ്യാസ് സിലിണ്ടർ കൊടുത്തിരിക്കുന്നത്. ഈ സാധനം കിട്ടാനില്ലെന്ന് ഓർത്തോണം. ഈ മാത്രമല്ല ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ്, ഇത് ഇപ്പോഴല്ല. അപ്പൊ അന്ന് ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. 2-3 മാസം എടുത്താണ് അത്ര ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തത്. അപ്പം ഈ സിനിമയുടെ പേര് അജസുന്ദരി എന്നാണ്. അജസുന്ദരി ആടല്ലേ, അജഗജാന്ത വ്യത്യാസം. അജഗജാന്തരം എന്നേ പറയത്തുള്ളൂ, വ്യത്യാസം. അപ്പൊ ഈ അജസുന്ദരി എന്ന് പറയുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. മനു ആന്റണി എന്ന് പറയുന്ന സംവിധായകന്റെ നിർമ്മാണമാണ് ആഷിഖ് അബുവിനെ നമുക്കറിയാമല്ലോ. വലിയ സോഷ്യൽ ആക്ടിവിസ്റ്റും ഈ നാട്ടിൽ നിൽക്കുന്ന നടമാടുന്ന ഫാസിസത്തിനെതിരെ കുറച്ച് പോരാടുന്ന ആളുമാണ്. പക്ഷേ ആഷിഖ് അബു ഈ വിവരം അറിഞ്ഞ് രാവിലെ ചാനലുകളിൽ വാർത്ത വന്നപ്പോഴാണ് അറിഞ്ഞത്. അന്നേരമാണ് അദ്ദേഹം ഇത് അറിഞ്ഞത്. അദ്ദേഹം പറയുന്നത് മെസ് നടത്തിപ്പ് കരാർ കൊടുത്തിരിക്കുകയായിരുന്നു. ഈ കരാറുകാരനാണ് വലിപ്പിച്ചിരിക്കുന്നത്. കരാറുകാരന് മുഴുവൻ പൈസയും കൊടുത്തു തീർത്തിട്ടുണ്ടോ എന്നുള്ള വിവരം ആഷിഖ് അബു പറയുന്നുമില്ല. അതാണ് രണ്ടാമത്തെ ചോദ്യം. സിനിമയിൽ നമുക്കറിയില്ല, സിനിമയിലെ ഈ ഉടായ്പുള്ള പരിപാടി നമുക്കറിയാം. ഇത് ഒരുപാട് പേർക്കുള്ള ശീലമാണിത്. ഈ ആളുകളെ വലിയ കൗതുകത്തോടു കൂടി എല്ലാവരും വരികയും അപ്പം അവരെ ആ കൗതുകത്തെയും നമ്മുടെ നാട് സിനിമയിൽ വരുന്നുണ്ടുള്ള സന്തോഷത്തേക്ക് പരമാവധി മുതലെടുക്കുന്ന ഇത് ആദ്യ സംഭവമൊന്നും അല്ല. ഇതിങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഇപ്പം ജീവിച്ചിരിപ്പില്ലാത്ത മലയാള സിനിമയിലുണ്ടാകുന്ന പ്രമുഖൻ ഒരിക്കൽ സിനിമ എടുത്തിട്ട് മൂവാറ്റുപുഴ ഭാഗത്തുണ്ട്. ഇപ്പോൾ 70 മറ്റോണം 80 കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന മലയാളത്തിൽ ഇന്നും നിലവിലുള്ള വളരെ പ്രമുഖ 2 പേരാണ് അതിൻ്റെ അസോസിയേറ്റുകളായിരുന്നത്. ഒരു ദിവസം രാത്രി ഇദ്ദേഹം ഈ നിർമ്മാതാവും സംവിധാനമൊക്കെ ആയ ഒരു വ്യക്തി ഇദ്ദേഹം മുങ്ങിക്കളഞ്ഞു.
മുങ്ങിക്കളഞ്ഞെന്ന് മാത്രമല്ല രാവിലെ ഇട്ട് വെക്കുമ്പോൾ ഈ പാവങ്ങൾ രണ്ടുപേരും പെട്ടു. കാരണം ഈ ഇതുപോലെയാണ് നാട്ടിൻപുറമാണ്. അവിടെ ഈ ചായക്കടക്കാരും ഈ സംവിധായകൻ ഒരു ഗാനരചയിതാവായിരുന്നു. അതെ അതെ ആയിരുന്നല്ലേ? അതെ അതെ, അതിന് കൂടുതൽ പരാമർശിക്കാൻ ജീവിച്ചിരിപ്പില്ല അല്ലെ? ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ജീവിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിരുന്ന ഇപ്പോഴത്തെ മലയാളത്തിലെ പ്രമുഖ രണ്ടുപേരെ കഥ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഇത് അവര് പെട്ടു. അതെന്താണെന്ന് അറിയാമോ? ആ ഗാനരചയിതാ ഒരു സാധുവായിരുന്നു. അയാൾക്ക് ഈ പാട്ട് എഴുതാനല്ലാതെ സംവിധാനം ഇതൊന്നും അറിഞ്ഞുകൂടാ. ഇതിന്റെ അകത്ത് എന്തോ ഇതിൽ പറ്റിപ്പോയതാണ്. പാട്ടെഴുതി മാനമര്യാദയ്ക്ക് നല്ലപോലെ പാട്ടെഴുതി നടത്തുകയാണ്. ഒരുപക്ഷെ പുള്ളിക്കാരൻ ചിന്തിച്ചത് ഇപ്പൊ ശ്രീമാരൻ തമ്പി സാർ, യൂസഫ് അലി കച്ചേരി തുടങ്ങിയവരൊക്കെ പാട്ടെഴുതാൻ വന്നു. അവർ വലിയ സംവിധായകന്മാരായി. ഭാസ്കരൻ മാഷ സംവിധായകനായി. അപ്പം എനിക്കും ആയിക്കൂടെ എന്ന് പുള്ളി കരുതി കാണും. അത് പടയപ്പാളി. പക്ഷെ പെട്ടുപോയത് ഈ രണ്ട് പാവങ്ങളായിരുന്നു. അവർ ചെറുപ്പക്കാര് സിനിമ മോഹിച്ച് അവച്ചെന്ന അവർ നാട്ടുകാരവരെ പിടിച്ചു നിർത്തി. അപ്പൊ ഈ സിനിമയുടെയും ഒക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അത് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. പിന്നെ നിർമ്മാതാവ് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ കോൺട്രാക്ട് എടുത്തോണ്ട് കാര്യമൊന്നുമില്ല. ഒരു സിനിമയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ അവസാനമാക്കാന്ന് പറഞ്ഞാൽ നിർമ്മാതാവാണ്. അയാൾ തിരക്കണ്ടേ പൈസ കൊടുത്തിട്ടുണ്ടോന്നുള്ളത്? അല്ല, ഇയാളത് കൊടുക്കുമായിരിക്കും. കാരണം ഇല്ലെങ്കിൽ ഈ നമ്മൾ ഈ ആദർശം പ്രസംഗിക്കുന്നതിനകത്തൊന്നും കാര്യമില്ല. അല്ല, ഇവരൊക്കെ ആദർശ പ്രസംഗം കണക്കാണ്. ആദർശം വാക്കുകളിൽ മാത്രമേ കാണുള്ളൂ. പണ്ട് മാണി സാറിന് 50 പൈസ അയച്ചു കൊടുത്ത ടീമാണ്. അതെ അതെ, കോഴ മാണി എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്ത് നോട്ടെണ്ണുന്ന മെഷീൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ വിവാദത്തിലൊക്കെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണ്. അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഉടൻ തന്നെ ഇത് അവർ കൊടുത്തില്ലെങ്കിൽ ഇയാൾ പൈസ കൊടുത്തു. ഇയാൾ അവരെ ഏൽപ്പിച്ച അത് അവരുടെ രണ്ടാമത്തെ കാര്യം. അത് ഈ സാധുക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പം ഈ ആഷിഖ് അബുവും ഈ പാവപ്പെട്ട കടക്കാരുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. ഈ ഇടനില നിന്ന ആൾക്കാർക്കും ഇതുണ്ടാകുന്നത്. ഒന്നുകിൽ ആ പൈസ ആഷിഖ് അബു ആ പാവങ്ങൾക്ക് കൊടുത്തതിന് ശേഷം മറ്റേ ഇടം തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ അയാളെ കണ്ടുപിടിച്ച് ഈ പൈസ വാങ്ങി തിരിച്ചു കൊടുക്കുകയാണ്. അതും നമ്മുടെ നാട്ടിലേക്ക് ഒരു ഷൂട്ടിംഗ് സംഘം, മറ്റേ കഥ പറയുമ്പോൾ സിനിമയാണ് ഓർമ്മ വരുന്നത്. കറക്റ്റ്. അതില് പിന്നെ അവിടുത്തെ കുശിനിക്കാരനാണ്. പക്ഷെ പുള്ളി പ്രൊഡക്ഷൻ മാനേജരാന്ന് പറഞ്ഞ് എല്ലായിടത്തും നടന്ന് വലിയ ഡയലോഗ് ഇവിടെ ഒടുവിലാണ് അറിയുന്നത് ഈ പുള്ളി അവിടുത്തെ കുശിനിക്കാരനാണ്. അടുപ്പിൽ വേല ചെയ്യുന്ന ആളാണ്, പാചകശാല വേല ചെയ്യുന്ന ആളാണ്. അവസാനം നാട്ടുകാർ തിരക്കി വരുമ്പോൾ ആ പുള്ളി അവിടെ നിന്ന് കറി ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നത് പറഞ്ഞതുപോലെയാണ്. ഇപ്പം സിനിമാക്കാരാണ് പൈസ കാണുമെന്ന് വിശ്വസിച്ചായിരിക്കും ഈ പാവങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാരണം അത് പോരെങ്കിൽ ജോജുവിനെ പോലെയുള്ള മലയാളത്തിലെ അറിയപ്പെടുന്നതാണ്. ജോജു ഇപ്പം പഴയ സൈഡ് റോൾ ചെയ്യുന്ന നടനല്ല, നായക നടനാണ്. മലയാളത്തിൽ മിനിമം ഗ്യാരണ്ടി ഉള്ള നായക നടനാണ്. അയാളെ വെച്ച് ജോഷി വരെ സിനിമ. മാത്രമല്ല ഈ ജോജു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളാണ്. അദ്ദേഹം എറണാകുളത്ത് കോൺഗ്രസ്സുകാരുടെ പ്രൊഫഷണൽ സമരത്തിന് അദ്ദേഹം പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടത്. അതെ, അതിന്റെ പേരിൽ അന്ന് മുഹമ്മദ് ഷിയാസും ഒക്കെ ആയിട്ട് ഉടക്കെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് ഈ നിർമ്മാതാവ്, ഈ പ്രധാന നടനായിരുന്ന ആളൊക്കെ അവർക്ക് കൂടെ സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. അവർ അന്വേഷിക്കണം എന്താണ് സംഭവിച്ചെന്നുള്ളത്. കാരണം ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ വാർത്തയായിരുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പാവങ്ങളെയാണ് പറ്റിച്ചത്, അല്ലാതെ ഈ കാശുള്ളവനല്ല പറ്റിച്ചത്. അതെ, പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും അതൊക്കെ മോശമാണ്. അതൊരിക്കലും പലപ്പോഴും ഇത്തരത്തിൽ ഈ കടക്കാരെ പറ്റിച്ച് പോകുന്ന മുങ്ങുന്ന ഒരു ശീലം ഉണ്ടെന്ന്. അത് ശരിയല്ല ഒരിക്കലും. അല്ല, എൻ്റെ അമ്മ പറയായിരുന്നു. അമ്മ ഈ ഒറ്റപ്പാലത്ത് അല്ലെങ്കിൽ ആ പെരുന്തൽമണ്ണ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പലപ്പോഴും അവരിങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ടെന്ന്. അന്ന് ഇത്തരം എന്താണ് ലോഡ്ജ് സംവിധാനം ഇല്ലാത്ത കാലത്ത് ചില ആശാന്മാർ ചില വീടുകളിൽ പേയിങ് ഗസ്റ്റിനെ പോലെ താമസിക്കും. എന്നിട്ട് ഇവർ ദൂരെ എങ്ങനെയുള്ളവരായിരിക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ ഈ മലബാർ കുറച്ച് നിഷ്കളങ്കരായിരിക്കും. എന്നിട്ട് ഇയാൾ ട്രാൻസ്ഫർ ആണായാലും പറയില്ല. ഇയാൾ ചിലപ്പോൾ 1-2 മാസം പെൻഡിങ് വയ്ക്കും. എന്നിട്ട് പതുക്കെ ആശാനങ്ങ് എസ്കേപ്പ് ആവും. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും കണ്ടുപിടിക്കാനൊന്നും യാതൊരു മാർഗ്ഗമില്ല. ആ പൈസ പോയി. അപ്പോൾ അതുപോലെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റു സ്ഥലങ്ങളിൽ മറ്റുള്ള ആളുകൾ ഇനി ഇത് വാർത്തയാകുമ്പോഴേ ഇതിനെ ശ്രദ്ധിക്കും. അതെ, ശരിയാണ്. ഇനി വരുമ്പോൾ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് സെറ്റുകാർ വന്നിട്ട് ഇത് പറയുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന ഒരു അല്ല. എന്നാൽ ഇത് വളരെ മോശമായ പ്രവണതയാണിത്. കാരണം ഇതൊരിക്കലും ഇതങ്ങനെ കാരണം ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ ഉരുൾപൊട്ടലയാളെ വീട് നഷ്ടപ്പെട്ട ആളിന് അവിടുത്തെ ആളെല്ലാം കൂടെ വ്യാപാര വ്യവസായം ചേർന്ന് എല്ലാം സഹായം നൽകി ഒരു കടമടങ്ങിയതാണ് അയാളുടെ ഒരു അവസ്ഥ. അയാൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. വേറെ മനുഷ്യൻ കിഡ്നി പ്രശ്നമുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളെ ഈ പറ്റിക്കുക എന്ന് പറയുന്നത് സിനിമയിൽ പറ്റിക്കൽ പണ്ട് പോലെ ഉള്ളതാണ്. അവരോ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ പല നടന്മാരും വീട്ടിൽ കെട്ടുകണക്കാണ് വണ്ടി ചെക്കരി പോയത്. അതെ, നസീർ സാറിൻ്റെ കയ്യിൽ തന്നെ എത്രണ്ണമുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം പിന്നെ പടം പൊട്ടിപ്പോയവരെ തിരിച്ചു സഹായിച്ചു, പ്രതിഫലം തിരിച്ചു കൊടുത്ത സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു വല്ലാത്ത ഒരു ഇടപാടായിപ്പോയത്. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ഒരു പറ്റം ഗ്രാമീണരെ വേറൊരു പറ്റം ഘടാഘടിയന്മാർ സിനിമയുടെ പകിട്ട് കാണിച്ചിട്ട് ഘടാഘടിയന്മാരായിട്ടുള്ള അത് പറ്റിച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ വിശ്വാസവഞ്ചനയ്ക്കുവാണെങ്കിൽ കേസ് കൊടുക്കാം. പക്ഷേ ഇത് തമ്മിൽ രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നിലനിൽക്കുന്ന അങ്ങനെ മാനുഷിക പരിഗണന എന്നുള്ള നിലയിൽ ആഷിഖ് അബു പ്രത്യേകിച്ച് ഒരു മനുഷ്യസ്നേഹിയായ സ്ഥിതിക്ക് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തി പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം
ഏർപ്പെടുത്തണമെന്നാണ് നമ്മുടെയൊക്കെ അപേക്ഷ.